ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു വെജിറ്റബിൾ ബിരിയാണിയാണ്. നമ്മൾ കുക്കറിനകത്താണ് ഉണ്ടാക്കുന്നത്. അത് തന്നെ കുക്കർ നമ്മൾ അടുപ്പത്ത് വെച്ചു. ഞാനൊരു 3 സ്പൂൺ നെയ്യാണ് ഒഴിച്ചത്. കുറച്ചും കൂടെ നെയ്യ് നമുക്ക് ഒഴിക്കാം. ഇനി നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അത് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്തു. അരച്ചില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ആവശ്യത്തിന് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇനിയൊന്ന് അതിൻ്റെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി ഒന്ന് വാടിയൊക്കെ ഒന്ന് വരണം. ഞാൻ ഒരു 3-4 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ നെയ്യും എണ്ണയും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് വേണമെങ്കിലും ഒഴിക്കാം, അല്ലെങ്കിൽ നെയ്യിൽ മാത്രം നമുക്ക് ഉണ്ടാക്കാം. ഇപ്പം ഈ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ 1-2 എടുത്താൽ മതി. നമ്മൾ മുളക് പൊടിയും നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പം അത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഞാൻ സബോളയാണ് എടുത്തിട്ടുള്ളത്. 2 സബോളയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ നീളത്തിലരിഞ്ഞ 2 സബോള. അതിനി നന്നായിട്ടൊന്ന് വാടിയൊക്കെ വരണം. ഇനി നമുക്ക് കുറച്ച് അതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കണം. കുറച്ചിട്ട് കൊടുത്താൽ മതി. ഈ സബോളയ്ക്ക് വേണ്ട ഉപ്പിട്ട് കൊടുത്താൽ മതി. ഉപ്പിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്നൊന്ന് വാടി വരും. കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ മല്ലിയിലയും പിന്നെ പുതിനയിലയും അത് കുറച്ച്, ഒരു പിടിയൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. നമ്മൾ ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പം മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇനി നമ്മൾ ചേർക്കുന്നത് ക്യാരറ്റും ബീൻസുമാണ്. ഞാനെടുത്ത ഒരു വലിയൊരു ക്യാരറ്റാണ്, അതുകൊണ്ട് അതിൻ്റെ പകുതിയേ എടുത്തിട്ടുള്ളൂ. വലിയ ക്യാരറ്റായിരുന്നു, അതുകൊണ്ടൊരു പകുതി ക്യാരറ്റാണ്. അത് നീളത്തിലരിഞ്ഞാണത്. പിന്നെ ഒരു 5 ബീൻസും എടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമുക്കിഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഇടാം. വേണമെങ്കിൽ കിഴങ്ങിടാം, അല്ലെങ്കിൽ കോളിഫ്ലവർ ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് അതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. ഞാനിപ്പം ക്യാരറ്റും ബീൻസും മാത്രമേ എടുത്തിട്ടുള്ളൂ. ബീൻസ് തീരെ ചെറുതായിട്ടല്ല അരിഞ്ഞിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം, ഒരുപാടത് വാടണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഇതിന് ശേഷം നമ്മൾ മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ 3 സ്പൂൺ മസാലപ്പൊടിയാണ്, ചെറിയ സ്പൂണാണ്, തീരെ ചെറിയ സ്പൂണാണ് കേട്ടോ. അതുകൊണ്ടാണ് 3 സ്പൂൺ ഇട്ടത്. ആദ്യം കുറച്ചിട്ട് കൊടുത്താൽ മതി, പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നിടാം. പിന്നെ ഞാൻ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, അതും ചെറിയ സ്പൂൺ തന്നെയാണ്. പിന്നെ ഒരു വലിയ സ്പൂണിൽ മുളക് പൊടിയാണ്, അത് നമ്മൾ നിറച്ചിട്ടിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് നമ്മൾ ഇടുമ്പോൾ എല്ലാം കുറച്ചിട്ടാൽ മതി. നമുക്ക് വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം. അരിയൊക്കെ ഇട്ട് നമ്മൾ വെള്ളം ഒഴിക്കാൻ നേരത്ത് നമ്മൾ നോക്കാൻ നേരത്ത് മസാലയോ മുളക് പൊടിയോ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്കപ്പം ചേർക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിന് ശേഷം ഞാൻ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. 2 മീഡിയം സൈസ് തക്കാളി, വലിയ തക്കാളിയല്ല, 2 മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് അരിഞ്ഞ് ഇത് നന്നായിട്ട് ഇതിനകത്ത് മസാലയൊക്കെ പിടിച്ച് ഒന്ന് വെന്ത് ഉടയണം. അപ്പം ഇത് നന്നായിട്ടൊന്ന് വാടി വരണം. അതിന് ശേഷമാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഇച്ചിരി നെയ്യും കൂടെ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വാടി. ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഒരു അരമണിക്കൂർ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞിട്ട് ആ വെള്ളം വടിച്ച് കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഒരു അരമണിക്കൂറായി കാണും ഇങ്ങനെ വെച്ചിട്ട്. ഞാൻ 2 ഗ്ലാസ് അരിയുടെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇനി ഇതൊക്കെ തക്കാളിയൊക്കെ അതിനകത്തൊക്കെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്, മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇത് നന്നായിട്ട് വാടിയതിന് ശേഷം നമുക്ക് അരിയിടാം. ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. നമ്മുടെ മസാലയ്ക്കകത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഇതിന് കുറച്ച് നേരം ഈ അരിയിലൊക്കെ ഈ മസാലയൊക്കെ ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഞാൻ ചൂടുവെള്ളമൊന്നുമല്ല, നമ്മുടെ സാധാ വെള്ളം തന്നെയാണ്.
നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ അരി ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് ശേഷം നമ്മൾ ചൂട് വെള്ളമല്ല നമ്മൾ ചേർക്കണത്, നമ്മൾ സാദാ വെള്ളമാണ് ചേർക്കുന്നത്. ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ചെറിയ അരിയാണ്, ജീരകശാല അരിയാണ് കേട്ടോ. ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. നമ്മുടെ സാദാ വെള്ളം, തിളപ്പിച്ചതല്ല. 4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. വെച്ചാൽ ഇരട്ടിയാണ്. 2 ഗ്ലാസ് ആയിരിക്കും 4 ഗ്ലാസ്. ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഉപ്പോ അല്ലെങ്കിൽ മസാലയുടെ കുറവോ അല്ലെങ്കിൽ മുളക് പൊടിയോ എന്തെങ്കിലും കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്തെങ്കിലും ഇപ്പോൾ പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ 1 സ്പൂൺ നെയ്യൊക്കെ നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയിലയും ഒക്കെ നമുക്ക് ചേർക്കാം. അപ്പം ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഞാൻ ഈ ഗ്ലാസ്സിനാണ് ഞാൻ 2 ഗ്ലാസ് അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 4 ഗ്ലാസ് വെള്ളം, ഈ സെയിം ഗ്ലാസ്സിൽ 4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം, എൻ്റെ ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു, അതാണ് ഞാൻ രണ്ടാമത് ഇച്ചിരി ഇട്ടത്. ഇനി ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് കുക്കർ അടയ്ക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 8 മിനിറ്റ് വെക്കുക. ഇപ്പോൾ വിസിൽ വെക്കണ്ട. ലോ ഫ്ലെയിമിൽ 8 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ വിസിൽ വെക്കുക. എന്നിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് 15 മിനിറ്റ് വിസിൽ വെച്ച് നമ്മൾ 15 മിനിറ്റും വിസിൽ വെക്കാതെ ഒരു 8 മിനിറ്റും. അപ്പം വിസിൽ വെക്കുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം. ഞാൻ അവസാനം ഇച്ചിരി മല്ലിയിലയും ഇച്ചിരി നെയ്യും ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷമേ നമ്മൾ കുക്കർ അടയ്ക്കാവുള്ളൂ. ഇപ്പോൾ നമുക്ക് നോക്കാം, എന്തെങ്കിലും മസാലയോ അല്ലെങ്കിൽ മുളക് പൊടിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. എരിവ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, മസാലയും കുറവുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ചേർക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് കുറയ്ക്കാം. ലോ ഫ്ലെയിമിൽ 8 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ 8 മിനിറ്റ് വെച്ചിട്ടുണ്ട്. നമ്മൾ വിസിൽ വെക്കാതാണ് ലോ ഫ്ലെയിമിൽ 8 മിനിറ്റ് വെച്ചത്. ഇനി നമുക്ക് വിസിൽ വെച്ചിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം. വിസിൽ വെച്ച് നമ്മൾ 15 മിനിറ്റാണ് നമ്മൾ വെക്കുന്നത്. ഗ്യാസ് ഓഫ് ചെയ്ത് വിസിൽ വെച്ച് 15 മിനിറ്റ്. ആ സമയം കൊണ്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഞാൻ ഒരു ചീനച്ചട്ടിയിൽ ഇച്ചിരി നെയ്യ് ഒഴിച്ചു. ഞാൻ ഒരു സബോളയാണ് എടുത്തിട്ടുള്ളത്, നീളത്തിലരിഞ്ഞ് ഒരു സബോള, പിന്നെ ഇച്ചിരി അണ്ടിപ്പരിപ്പും എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ വിസിൽ മാറ്റി ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മൾ വിസിൽ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ നന്നായിട്ട് നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു ബേസിനിലേക്ക് നമുക്കിനി ഒന്ന് മാറ്റാം. സ്പൂണ് കൊണ്ട് നമ്മൾ എടുത്താൽ മതി, അല്ലെങ്കിൽ അത് ഉടഞ്ഞു പോവും. ചോറൊക്കെ അങ്ങ് ഉടഞ്ഞു പോവും. പക്ഷേ അടിയിലത്തെ ചോറിന് മസാല ചിലപ്പം നമുക്ക് കുറവായിട്ട് തോന്നാം. അതുകൊണ്ട് നമ്മൾ ഒരു ബേസിലേക്ക് നമ്മൾ ഇത് മാറ്റിയാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഉടയാത്ത അരിയൊന്നും ഇങ്ങനെ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട്